My dear students, today we can study about the spinal cord. We have already studied that spinal cord is a part of central nervous system. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് സുഷുമ്നയെക്കുറിച്ച് പഠിക്കാം. നാം മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. സുഷുമ്ന എന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. Where spinal cord is seen? The spinal cord is seen inside the vertebral column. The spinal cord is the continuation of the medulla oblongata. എവിടെയാണ് സുഷുമ്ന കാണപ്പെടുന്നത്? സുഷുമ്ന കാണപ്പെടുന്നത് നട്ടെല്ലിനുള്ളിലാണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. The spinal cord of a newborn baby extends up to the tip of the vertebral column. നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. But in adults it is only seen up to the middle of the vertebral column. എന്നാൽ മുതിർന്നവരുടെ സുഷുമ്ന നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. Why it is like that? This is because the spinal cord does not grow in proportion to the growth of the vertebral column. എന്തുകൊണ്ടാണ് നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രം സുഷുമ്ന കാണപ്പെടുന്നത്? ഇതിനു കാരണം സുഷുമ്ന വളരുന്നില്ല. നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല. നവജാത ശിശുവിൽ നിന്ന് മുതിർന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ നമ്മുടെ നട്ടെല്ല് വളരുന്നു. എന്നാൽ ഇതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല. ആസ് വി ഗ്രോ ഫ്രം എ ബേബി ടു an adult person, only our vertebral column grows. Our spinal cord does not grow in proportion to the growth of the vertebral column. Now we can study about the protection of spinal cord. The spinal cord is protected inside the vertebral column. ഇനി നമുക്ക് സുഷുമ്ന എങ്ങനെയെല്ലാമാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പഠിക്കാം. സുഷുമ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Like the brain, spinal cord is also covered by meninges. When we studied the brain, we have studied that our brain is protected by or covered by meninges, which is a 3-layered membrane. മസ്തിഷ്കത്തെ പോലെ സുഷുമ്നയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മസ്തിഷ്കത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് മസ്തിഷ്കം മെനിഞ്ചസ് എന്ന ആവരണം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് 3 പാളികൾ ഉണ്ട്. All of you look at the illustration 1.8, the cross section of the spinal cord. എല്ലാവരും ചിത്രീകരണം 1.8 സുഷുമ്നയുടെ ഛേദം എന്ന ചിത്രീകരണം നിരീക്ഷിക്കുക. Here you can see the central canal at the center of the spinal cord. ഇവിടെ നിങ്ങൾക്ക് സുഷുമ്നയുടെ മധ്യഭാഗത്തായി സെൻട്രൽ കനാൽ
എന്ന ഭാഗം കാണാൻ സാധിക്കും. The cerebrospinal fluid is seen in the center of the spinal cord. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിൽ സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ട്. Where cerebrospinal fluid is seen in the spinal cord? In the spinal cord, the central canal is filled with cerebrospinal fluid. സുഷുമ്നയിൽ എവിടെയാണ് സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നത്? സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിൽ സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ട്. When we studied about the cerebrum, which is the largest part of the brain, we studied that the gray colored part is seen outside and the white colored part is seen inside. But in spinal cord, the white colored part or the white matter is seen outside and the gray colored part, that is gray matter, is seen inside. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള ഭാഗം പുറത്തും വെളുത്ത നിറമുള്ള ഭാഗം ഉള്ളിലുമാണ് കാണപ്പെടുന്നത്. അതായത് സെറിബ്രത്തിൽ ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ ഉള്ളിലും കാണപ്പെടുന്നു. The part of the brain and spinal cord where myelinated nerve cells are seen in abundance. They are seen in white color and they are known as white matter. And the part of the brain and spinal cord where non-myelinated nerve cells are seen, they are seen in gray color and that is gray matter. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ ഉള്ള ഭാഗം വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. അതാണ് വൈറ്റ് മാറ്റർ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു. അതാണ് ഗ്രേ മാറ്റർ എന്നും നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. There are 31 pairs of spinal nerves arising from the spinal cord. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്ന നാഡികളാണ് പുറപ്പെടുന്നത്. The 31 pairs of spinal nerves are the part of peripheral nervous system. 31 ജോഡി സുഷുമ്ന നാഡികൾ പെരിഫറൽ നാഡി വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. So how many pairs of spinal nerves are arising from the spinal cord? Answer 31 pairs. എത്ര ജോഡി സുഷുമ്ന നാഡികളാണ് സുഷുമ്നയിൽ നിന്നും പുറപ്പെടുന്നത്? 31 ജോഡി. Now we can study how the spinal nerves are formed. ഇനി നമുക്ക് സുഷുമ്ന നാഡികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പഠിക്കാം. A dorsal root and a ventral root join to form a spinal nerve. ഓരോ സുഷുമ്ന നാഡിയും
ഡോഴ്സൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നീ ഭാഗങ്ങൾ ചേർന്ന് ഉണ്ടാകുന്നു. All of you look at the picture. You can see the dorsal root and ventral root are labeled in the picture. എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കുക. ചിത്രത്തിൽ ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. What is the function of dorsal root? എന്താണ് ഡോഴ്സൽ റൂട്ടിന്റെ ധർമ്മം? The sensory nerve impulses reach the spinal cord through dorsal root. എന്താണ് ഡോഴ്സൽ റൂട്ടിന്റെ ധർമ്മം? സംവേദ ആവേഗങ്ങൾ ഡോഴ്സൽ റൂട്ടിലൂടെയാണ് സുഷുമ്നയിലേക്ക് എത്തുന്നത്. What do you mean by sensory impulses? The impulses that are coming from the different parts of the body or from our sense organs are known as sensory impulses. എന്താണ് സംവേദ ആവേഗങ്ങൾ? നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഥവാ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും വരുന്ന ആവേഗങ്ങളാണ് സംവേദ ആവേഗങ്ങൾ. How the sensory impulses reach the spinal cord? The sensory impulses reach the spinal cord through the dorsal root. എങ്ങനെയാണ് സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ എത്തുന്നത്? സംവേദ ആവേഗങ്ങൾ ഡോഴ്സൽ റൂട്ടിലൂടെയാണ് സുഷുമ്നയിൽ എത്തുന്നത്. What is ventral root? Motor impulses go out of the spinal cord through the ventral root. എന്താണ് വെൻട്രൽ റൂട്ട്? പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെയാണ് സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. What do you mean by motor impulses? Motor impulses are the impulses which go out of the spinal cord. എന്താണ് പ്രേരക ആവേഗങ്ങൾ? പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന ആവേഗങ്ങളാണ്. The motor impulses go out of the spinal cord to the various parts of the body. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കുന്ന ആവേഗങ്ങളാണ്. What is the function of dorsal root and ventral root? Sensory impulses reach the spinal cord through the dorsal root and the motor impulses go out of the spinal cord through the ventral root. എന്താണ് ഡോഴ്സൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവയുടെ ധർമ്മങ്ങൾ? സംവേദ ആവേഗങ്ങൾ ഡോഴ്സൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. What is the function of spinal cord? The impulses from the different parts of the body are transmitted to the brain and from the brain through the spinal cord. എന്താണ് സുഷുമ്നയുടെ ധർമ്മം? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ
തിരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രേഷണം ചെയ്യുന്നത് സുഷുമ്നയാണ്. What is the second function of spinal cord? Spinal cord coordinates the repeated movements during walking and running. എന്താണ് സുഷുമ്നയുടെ രണ്ടാമത്തെ ധർമ്മം? നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനത്തെ ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. When we walk or run, the movements of our body are repeating. Such repeated movements are coordinated by the spinal cord. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും നമ്മുടെ ശരീരം ആവർത്തിച്ചുള്ള ചലനം സാധ്യമാക്കുകയാണ്. ഇത്തരത്തിലുള്ള ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. Now we can discuss the answers of the indicators. First indicator, protection of the spinal cord. The spinal cord is protected inside the vertebral column. The spinal cord is covered by the three-layered membrane meninges. The central canal seen in the center of the spinal cord is filled with cerebrospinal fluid. The second indicator, formation of the spinal nerves. 31 pairs of spinal nerves arise from the spinal cord. A dorsal root and a ventral root join to form a spinal nerve. Function of dorsal root. Sensory impulses reach the spinal cord through the dorsal root. Next question. Function of ventral root. Motor impulses go out of the spinal cord through the ventral root. Next indicator, function of the spinal cord. Impulses from different parts of the body are transmitted to and from the brain through the spinal cord. Spinal cord coordinates the repeated movements during walking and running. Draw the cross-section of the spinal cord and label the parts. സുഷുമ്നയുടെ ഛേദം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക.